സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ദുഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ലൂക്കോസ് 6:28 വാക്യം. പ്രാർത്ഥന നമ്മെ നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബന്ധങ്ങളെയും ദൈവത്തോട് തുറന്നു പറയുന്നതാണ്. അതിലേക്ക് പ്രവേശിപ്പാനും അതിന്റെ കാഴ്ചപ്പാട് അതിലേക്ക് കൊണ്ടുവരാനും അവനെ അനുവദിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും അവൻ സമർപ്പിക്കുക എന്ന പ്രവൃത്തി സാവധാനം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാൻ വിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള യേശുവിന്റെ ആഹ്വാനം പ്രാർത്ഥന കൊണ്ട ആഹ്വാനം തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ അതിശയിക്കുന്നില്ല. നിങ്ങൾ ദുഷിക്കുന്നവർ പ്രാർത്ഥിപ്പിൻ. ഒരു ചെറിയ ഗ്രാമമായിരുന്നു. ദൈവത്തിന്റെ കണ്ണുകളിലൂടെയും ആത്മാവിന്റെ സഹായത്തോടെ ഹൃദയങ്ങളിലൂടെയും സ്നേഹിക്കപ്പെടുവാനുള്ള ഒരു വ്യക്തിയായി അവൻ രൂപാന്തരപ്പെട്ടു കാണുവാൻ നാം പഠിക്കണം. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് മുൻപതിയാണ് നിങ്ങൾ നേട്ടുള്ളത്? അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയുക? യേശുവിന്റെ സ്നേഹം നിങ്ങളെ പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ള ദൈവമേ, എന്നെ വേദനിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തവരെ കുറിച്ച് എനിക്ക് എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയാം. അങ്ങ് അവരെ സ്നേഹിക്കുന്നതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപയുടെയും അനുഗ്രഹങ്ങളുടെയും ഹൃദയം എനിക്ക് തരണമേ. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. നന്ദി പറയുന്നു. ദൈവം അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.